കൊച്ചി വാട്ടർ മെട്രോ കടമക്കുടിയിലേക്കും എത്തുന്നു. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ കടമക്കുടിയിലേക്ക് വാട്ടർ മെട്രോ കൂടി എത്തുന്നതോടെ ഈ കൊച്ചു ദ്വീപ് സമൂഹത്തിൽ വികസനത്തിന്റെ വാതായനങ്ങൾ തുറക്കുകയാണ്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ പാലിയം തുരുത്ത് കടമക്കുടി ദ്വീപുകളിൽ വാട്ടർ മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണവും പൂർത്തിയായി. കടന്നാൽ കുടുങ്ങിപ്പോകുന്ന ഇടം കടമക്കുടി. ഇങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് പലരും കടമക്കുടിയെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കടമക്കുടി. ആനന്ദ് മഹീന്ദ്ര അടക്കമുള്ള വ്യവസായ പ്രമുഖർ പോലും കാണാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കടമക്കുടി മാറിക്കഴിഞ്ഞു. ഇപ്പോഴിതാ കേരളത്തിൻ്റെ സ്വന്തം വാട്ടർ മെട്രോ കൂടി ഈ കൊച്ചു ദ്വീപിലേക്ക് എത്തുകയാണ്. തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലേക്കും വാട്ടർ മെട്രോ എത്തുന്നതിൽ നാട്ടുകാർക്കും ഏറെ അഭിമാനം. കടമക്കുടി ഇപ്പോൾ FB-യിലായാലും യൂട്യൂബിലായാലും കുറേ റീൽസൊക്കെ ഒന്ന് ഭയങ്കര റീച്ചായിട്ട് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ഫെറി വന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു ഈ ഫെറിയിലേക്ക് വണ്ടി കയറ്റാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ കടമക്കുടിയിലേക്ക് എത്താൻ വളഞ്ഞു പിടിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ബോട്ടിൽ എത്താം. ഇപ്പോൾ കടമക്കുടി വലിയ കടമക്കുടിയിലാണ് ഇപ്പോൾ ഈ വാട്ടർ മെട്രോ വന്നേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ടൂറിസം സംബന്ധമായിട്ട് വളരെ ഒരു വിജയിക്കാൻ പോകുന്നൊരു പദ്ധതിയാണിത്. ഇവിടെ സൈക്ലിങ്ങും മറ്റേ ബോട്ടിങ്ങൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈക്കിളെടുത്ത് അവർക്ക് എല്ലാ പ്രദേശങ്ങളിലൊക്കെ പോയി കാണാം, മത്സ്യം പിടിക്കണതും മറ്റുള്ള നെൽകൃഷികളെല്ലാം കണ്ട് അവർക്ക് തിരിച്ച് പോകാമെന്നുള്ള ഒരു സംവിധാനമുണ്ട്. കൊച്ചി കായലിന് ഇരുവശത്തായി കടമക്കുടി പാലിയം തുരുത്ത് ദ്വീപുകളിൽ വാട്ടർ മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 4 വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട കടമക്കുടിയിലേക്ക് റോഡും പാലവും അടക്കമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വന്നതിന് പിന്നാലെ വാട്ടർ മെട്രോ കൂടി വരുന്നതോടെ കടമക്കുടിക്ക് മുമ്പിൽ വികസനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുകയാണെന്ന് കടമക്കുടി പഞ്ചായത്ത് അംഗവും നാട്ടുകാരനുമായ പ്രബിൻ കോമളൻ പറഞ്ഞു. നാട്ടുകാർക്ക് ഗുണമാണ് ടൂറിസം വികസിക്കും. കാരണം ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് സൈക്കിളുകൾ ഗ്രാമങ്ങളെ ചുറ്റിക്കാണാൻ വേണ്ടി സൈക്കിളുകൾ വെക്കുന്നുണ്ട്. അതായത് ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു അവർക്ക് 1 മണിക്കൂർ നേരം കറങ്ങണമെങ്കിൽ അവർക്ക് സൈക്കിൾ കൊടുത്തിട്ട് രാവിലെ വന്നതിന് വൈകിട്ട് പോകുന്ന രീതിയിലാണ് വാട്ടർ മെട്രോ പരിപാടി വെച്ചിരിക്കുന്നത്. 2 സ്റ്റേഷനുകളുടെയും ഫ്ലോട്ടിംഗ് ജെട്ടികളുടെ നിർമ്മാണമാണ് ഇനി നടക്കാനുള്ളത്. സ്റ്റേഷനുകളുടെ സമീപത്ത് കായലിൻ്റെ ആഴം കൂട്ടലും വൈകാതെ പൂർത്തിയാകും. ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിയുടെ കായൽ സൗന്ദര്യത്തിൽ തിളങ്ങുന്ന കടമക്കുടിയിലേക്കും കേരളത്തിൻ്റെ സ്വന്തം വാട്ടർ മെട്രോ എത്തുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിന് വേഗം കൂട്ടുന്നത് കൂടിയാണ് കടമക്കുടിയിലേക്കുള്ള വാട്ടർ മെട്രോയുടെ വരവ്. കടമക്കുടിയിൽ നിന്നും ക്യാമറാമാൻ ഫൈസലിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.